ദോശയ്ക്കോ അപ്പത്തിനോ മാവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മനസ്സോടെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പാക്കറ്റിലേതാണ് സാധാരണ മേടിക്കാറ്. അപ്പോൾ അതിൽ ചില ഇൻസ്ട്രക്ഷൻസൊക്കെ കാണുമല്ലോ, ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഇട്ട് മിക്സ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. തലേ ദിവസമേ പയറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങ് കുക്കറിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതൊരു 3 വിസിലിനൊക്കെ പയറ് സെറ്റാക്കി. സാധാരണ ഞാൻ മേടിക്കുന്ന പുട്ടുപൊടി ഇതല്ല. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തങ്ങ് വെക്കും. 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മതി. പക്ഷേ ഇതങ്ങനത്തെ അല്ല കേട്ടോ, കൈവച്ച് ഇങ്ങനെ വെള്ളം കുടഞ്ഞ് മിക്സ് ചെയ്ത് എടുക്കണം. അതിൻ്റെ പരുവ് എനിക്ക് അത്ര വലിയ വശമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി മേടിച്ചതാണ്. 3 വിസിലായപ്പോഴേക്കും നമ്മുടെ പയറ് റെഡിയായി. കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മേലെ തൂകിയിട്ട് അതങ്ങ് അടച്ചു വെച്ചു. ഋഷിക്കുട്ടനും വലിയ താല്പര്യമില്ല കേട്ടോ പുട്ടിൽ, വേറൊന്നും കൊണ്ടല്ല, അവൻ കഴിക്കും, എന്നാലും ചവച്ചിറക്കാൻ വലിയ പാടാണ്, വായിൽ വെച്ചുകൊണ്ടിരിക്കും, ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് പിന്നെ ഇതിനായിട്ട് ഞാൻ മെനക്കെടാറില്ല. എൻ്റെ വീട്ടിലൊക്കെ ഈ പുട്ടും പയറും പപ്പടവും അല്ലെങ്കിൽ പഴം ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് കാണും കേട്ടോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇതങ്ങനെ പതിവില്ല. ഇവിടെ അവയടനം ഇതങ്ങനെ അധികം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പക്ഷേ ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുട്ടും പയറും പപ്പടവും വേണമെങ്കിൽ പഴവും ഇരിപ്പുണ്ട്, അതൊക്കെ സെറ്റായപ്പോൾ എനിക്കങ്ങ് കഴിക്കാൻ തോന്നി കേട്ടോ, നല്ലൊരു വിശപ്പ് പോലെ. അങ്ങനെ ഒരു സ്ട്രോങ് കോഫി കൂടെ ഉണ്ടാക്കി ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ്. അപ്ലോഡാക്കിയ ലോങ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റൊക്കെ ഇട്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തു.